ഇ.എം.എസിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തേണ്ടെന്ന് യു.ഡി.എഫിന്റെ തീരുമാനം. കേരള നിയമസഭയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പുഷ്പാർച്ചന നടത്താൻ തീരുമാനിച്ചിരുന്നത്. എം.ആർ. സജേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. സജേഷ്, ആദ്യത്തെ കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതിന് യു.ഡി.എഫ് നൽകുന്ന വിശദീകരണം എന്താണ്? ന്യായീകരണം എന്താണ്? ഗ്രീഷ്മ, കേരള നിയമസഭാ സമ്മേളനത്തിന്റെ 60ാം വാർഷികമാണ് നാളെ സെക്രട്ടേറിയറ്റിൽ അന്ന് നിയമസഭ ചേർന്ന അതേ പഴയ ഹാളിൽ വെച്ച് വീണ്ടും നിയമസഭാ സമ്മേളനം ചേരും. ഈ നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി 4 ചരിത്ര പുരുഷന്മാരുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന എന്ന തീരുമാനം എടുത്തിരുന്നു. നെഹ്റു, ഗാന്ധി, അംബേദ്കർ, ആദ്യ കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ അന്നത്തെ സഭാനാഥനായിരുന്ന ഇ.എം.എസ് ഈ 4 പ്രതിമയ്ക്ക് മുമ്പിലാണ് പുഷ്പാർച്ചന നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ യു.ഡി.എഫ് ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാർലമെന്ററി പാർട്ടി യോഗത്തിലെടുത്ത തീരുമാനമനുസരിച്ച് ഇ.എം.എസിന്റെ പ്രതിമയ്ക്ക് മുന്നിലുള്ള പുഷ്പാർച്ചനയിൽ നിന്ന് യു.ഡി.എഫ് വിട്ടുനിൽക്കും. അതിന് യു.ഡി.എഫ് പറയുന്ന ന്യായം ബാക്കി 3 പ്രതിമകളും നിയമസഭാ ഹാളിനകത്താണ്, ഇ.എം.എസിന്റെ പ്രതിമ നിയമസഭാ ഹാളിന് പുറത്താണ് എന്നാണ്. എന്നാൽ നിയമസഭാ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇ.എം.എസിന്റെ പ്രതിമയും ഉള്ളത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം യു.ഡി.എഫ് ഉയർത്തുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ സൂചന കാണിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി കൂടിയായ ഇ.എം.എസിന്റെ പ്രതിമയുടെ മുമ്പിൽ പുഷ്പാർച്ചന പോലും അതുപോലും വേണ്ടെന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്തും യു.ഡി.എഫിനകത്തുമുള്ള ചില നേതാക്കൾക്കും എതിർപ്പുമുണ്ടെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നു. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി കൂടിയായ, കേരളത്തിന്റെ ചരിത്രം നിർണയിച്ചവരിൽ വളരെ പ്രധാനിയായിട്ടുള്ള ഇ.എം.എസിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന അഭിപ്രായം കോൺഗ്രസിനകത്തും ഉണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു അടിയന്തര യു.ഡി.എഫ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. നാളത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തോട് യു.ഡി.എഫ് സഹകരിക്കും. അതേസമയം ഈ പുഷ്പാർച്ചനയിൽ ഇ.എം.എസിന്റെ പ്രതിമയിൽ നിന്ന് നിന്നുകൊണ്ട് പ്രതിഷേധം അറിയിക്കും. നിലവിൽ എം.എം. മണിയുടെ വിവാദ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും യു.ഡി.എഫ് കാണിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നത്തെ തീരുമാനം എന്ന് വേണം അനുമാനിക്കാൻ. ഗ്രീഷ്മ. സജേഷ്, അതായത് മറ്റ് ചരിത്ര പുരുഷന്മാരുടെ പ്രതിമകളോട് ഐത്തമില്ല, ഇ.എം.എസിനോട് മാത്രം ഐത്തം. ഇത് ഒരു പക്ഷേ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണോ പ്രതിപക്ഷം ഇതിനെ കാണുന്നത്? തീർച്ചയായും ഗ്രീഷ്മ, നമുക്കറിയാം കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഇ.എം.എസ്. കേരളത്തിന്റെ പുരോഗതിയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള മുഖ്യമന്ത്രി കൂടിയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യം ഇ.എം.എസിന് നൽകുന്നുണ്ട്. ഇ.എം.എസ് വഹിച്ചിട്ടുള്ള ചരിത്രപരമായ ദൗത്യങ്ങളും പങ്കുകളും എല്ലാം കേരള ജനതയ്ക്ക് കൃത്യമായി അറിയാം. എന്നാൽ എം.എം. മണിയുടെ വിവാദ പ്രസംഗം പോലുള്ള വളരെ ചെറിയ കാര്യങ്ങളിലുള്ള പ്രതിഷേധം ഇ.എം.എസിനെ തഴയുന്ന തരത്തിലേക്ക് യു.ഡി.എഫ് മാറ്റുന്നു. ആ നടപടിയിലാണ് ഇപ്പോൾ യു.ഡി.എഫിനകത്തു നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുവെന്ന സൂചനയുണ്ട്. 4 ചരിത്ര പുരുഷന്മാരുടെ പ്രതിമയാണ് പുതിയ നിയമസഭാ മന്ദിരത്തിന് മുന്നിലുള്ളത്. രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി, ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഭരണഘടന എഴുതിയ ഭീംറാവ് രാംജി അംബേദ്കർ, കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി, ആദ്യത്തെ സഭയുടെ നാഥൻ എന്ന നിലയിൽ ഇ.എം.എസ് പ്രതിമ. ഈ 4 പ്രതിമകളിൽ 3 എണ്ണത്തിൽ പോവുക, ഇ.എം.എസിനെ ഒഴിവാക്കുക എന്നത് ഇ.എം.എസിനെ ഒരു രാഷ്ട്രീയ നേതാവായി മാത്രം കാണുന്നു. അത് അംഗീകരിക്കേണ്ടെന്ന നിലപാട് യു.ഡി.എഫിനകത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. നിലവിലുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യു.ഡി.എഫിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഈ തീരുമാനം. എന്നാൽ യു.ഡി.എഫ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം നിയമസഭാ മന്ദിരത്തിന് പുറത്താണ് ഇ.എം.എസിന്റെ പ്രതിമ, അതുകൊണ്ടാണ് ആ പരിപാടി ബഹിഷ്കരിക്കുന്നത് എന്നാണ്. സജേഷ്, ഇത്തരത്തിലൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിലും യഥാർത്ഥ കാരണം എന്തായിരിക്കാം? ഗ്രീഷ്മ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി ചേർന്ന 2 നിയമസഭാ സമ്മേളനവും യു.ഡി.എഫ് സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരിക്കുകയും നിയമസഭ സമ്മേളനം നീട്ടിക്കൊണ്ടുപോകാതെ പിരിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമ്മേളനത്തിലെ നടപടികളെല്ലാം വെട്ടിച്ചുരുക്കി സഭ പിരിയുന്ന രീതിയാണ് ഇന്നലെയും ഇന്നുമായി കണ്ടത്. 2 ദിവസവും എം.എം. മണിയുടെ വിവാദ പ്രസംഗമായിരുന്നു നടപടി. അതോടൊപ്പം തന്നെ ഇന്ന് യു.ഡി.എഫ് എം.എൽ.എമാർ എല്ലാവരും വൈകുന്നേരം ധർണ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിഷേധ രൂപം എന്ന നിലയിൽ തന്നെയാണ് യു.ഡി.എഫ് ഇക്കാര്യത്തിൽ ഇ.എം.എസിനെ തഴയുന്നതിന് തീരുമാനിച്ചതെന്ന് വ്യക്തമാണ്. യു.ഡി.എഫ് നൽകുന്ന വിശദീകരണത്തിൽ യു.ഡി.എഫ് നേതാക്കൾക്ക് പോലും തൃപ്തിയുമില്ല. ഗ്രീഷ്മ.
EMSന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തേണ്ടെന്നാണ് UDFന്റെ തീരുമാനം തന്നെ. ചരിത്ര പുരുഷനായ EMSനെ അത്ര പെട്ടെന്ന് കേരളത്തിന് മറക്കാൻ സാധിക്കുമോ? ഗ്രീഷ്മ, അക്കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ 4 പ്രതിമകൾ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന നിലയിലാണ് മഹാത്മാഗാന്ധിയുടെ മന്ദിരത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തിയ മഹത് വ്യക്തി എന്ന നിലയിലാണ് അംബേദ്കറുടെ പ്രതിമ നിയമസഭാ മന്ദിരത്തിന് മുന്നിലുള്ളത്. കേരളത്തിന്റെ ആദ്യ നിയമസഭയുടെ നാഥൻ, നമുക്കറിയാവുന്ന പോലെ നിയമസഭയുടെ നാഥനാണ് മുഖ്യമന്ത്രി. ആദ്യത്തെ നിയമസഭ 1957 ഏപ്രിൽ 27 ചേർന്നത്. അതിന്റെ 60ാം വാർഷികമാണ്. അന്ന് അതിന്റെ 60ാം വാർഷികം എന്ന നിലയിലാണ് ഈ 4 പ്രതിമകളിലും പുഷ്പാർച്ചന നിശ്ചയിച്ചത്. ഇതിൽ നിന്ന് EMSന്റെ പ്രതിമയിലെ പുഷ്പാർച്ചന മാത്രം ഒഴിവാക്കുക, അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ് UDFന്റെ തീരുമാനം. ഇന്നും UDF സഭയിൽ കുത്തിയിരിപ്പ് നടത്തിയിരുന്നു. സഭ പിരിഞ്ഞതിന് ശേഷം UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗവും ചേർന്നു. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് UDF നേതാക്കൾക്ക് പോലും പലർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എതിർപ്പ് ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് വന്നതെന്ന് ഇപ്പോൾ വ്യക്തമല്ല. എന്നാൽ ചില എതിർപ്പുകൾ ഇക്കാര്യത്തിൽ UDFനകത്ത് തന്നെ ഉയർന്നിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്കും വന്നത്. ഗ്രീഷ്മ, സജേഷ്, ആധുനിക കേരളത്തിന്റെ ശില്പി തന്നെയാണ് EMS. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ കോംപ്ലക്സിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചതും. ഇതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ UDF സജേഷ് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആധുനിക കേരളത്തിന്റെ ശില്പി EMS നമ്പൂതിരിപ്പാടിന്റെ പ്രതിമ, അതിനോട് അയിത്തം കൽപ്പിച്ചിരിക്കുകയാണ് UDF. എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും അറിഞ്ഞുകൂടാ. താങ്കൾക്ക് അതിന്റെ വിശദാംശങ്ങൾ, അതായത് നിയമസഭയുടെ 60ാം വാർഷിക സമ്മേളനമാണ് നാളെ. അതിനോടനുബന്ധിച്ചാണ് ചരിത്ര പുരുഷന്മാർ 4 പേരുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ EMSന്റെ പ്രതിമയ്ക്ക് മാത്രം പുഷ്പാർച്ചന നടത്തേണ്ടതാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നത്. പുഷ്പാർച്ചന നടത്തേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി 3 ആൾക്കാരൊക്കെയാണ് 3 പ്രതിമകൾ? എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അറിയാമോ? പറഞ്ഞോളൂ. നിലയിൽ ഇതിൽ നിന്ന് EMSന്റെ പ്രതിമയുടെ പുഷ്പാർച്ചന മാത്രം ഒഴിവാക്കുന്നതിനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ UDF പാർലമെന്ററി പാർട്ടി എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 60ാം വാർഷികമാണ് നാളെ. പഴയ നിയമസഭയുടെ അതേ ഹാളിൽ, സെക്രട്ടേറിയറ്റിനകത്ത് ഹാളിലാണ് ആ നിയമസഭാ സമ്മേളനം ചേരുകയും ചെയ്യുന്നത്. അതിന് മുന്നോടിയായാണ് ഈ പുഷ്പാർച്ചന സംഘടിപ്പിച്ചത്. അതിൽ സജേഷ്, EMSനെ മാത്രം ഒഴിവാക്കി മറ്റേതൊക്കെ ചരിത്ര പുരുഷന്മാരെയാണ് ആദരിക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നത്? ഗ്രീഷ്മ, കേൾക്കാമോ? കേൾക്കാം. 4 പേരുടെ പ്രതിമയാണ് പുതിയ നിയമസഭാ മന്ദിരത്തിന് മുന്നിലുള്ളത്. ഒന്ന്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റുവിന്റേത്. രാഷ്ട്രപിതാവ് എന്ന നിലയിൽ മഹാത്മാഗാന്ധി. ഭരണഘടന എഴുതിയ വ്യക്തി എന്ന നിലയിൽ അംബേദ്കർ. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആദ്യ നിയമസഭയുടെ നാഥൻ എന്ന നിലയിൽ EMS. അതിൽ ആദ്യ 3 പേരുടെയും പ്രതിമകളുടെ മുമ്പിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ പങ്കെടുക്കും. EMSന്റെ പ്രതിമയുടെ മുന്നിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ പങ്കെടുക്കില്ല. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കേട്ടു. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, അതിനെ സംബന്ധിച്ച് അപ്പം UDFന്റെ നിയമസഭാ സമിതിയാണ് അത് അങ്ങനെ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഈ ആഘോഷമൊക്കെ നടത്തുന്നത് LDFും കൂടി ചേർന്നായിരിക്കുന്നതുകൊണ്ട്, അവരുടെ നേതൃത്വത്തിലായിരിക്കുന്നത് കൊണ്ട് UDFന് മാത്രം അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ UDFന്റെ നിയമസഭാ വിഭാഗത്തിന് അങ്ങനെ തീരുമാനമെടുക്കാവുന്നതാണ്. അതിന്റെ പുറകിൽ കൃത്യമായ സ്പഷ്ടമായ ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോഴത് വിശദീകരിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. നിയമസഭയുടെ 60ാം വാർഷിക ആഘോഷം നടത്തുന്ന കാലത്ത് എങ്ങനെയാണ് കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഇത്രത്തോളം വലിയ സംഭാവന നൽകിയ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ
അനുസ്മരിക്കാതിരിക്കാൻ കഴിയുക എന്നത് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്, പിൽക്കാലത്ത് CPM-ന്റെ നേതാവാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ചരിത്ര രചനയുടെ കാര്യത്തിലായാലും രാഷ്ട്രീയ നിർണയത്തിന്റെ കാര്യത്തിലായാലും സാംസ്കാരിക രംഗത്തെ സംഭാവനയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹം കേരളത്തിന്റെ മുഴുവൻ ആൾക്കാരുടെയും അഭിമാനത്തിന്റെ ഒരു സ്തംഭമാണ്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ EMS-നെ അനുസ്മരിക്കുന്നതിനെ എങ്ങനെയാണ്, ഏത് കാരണത്താലാണ് UDF-ന് കഴിയാതെ പോകുന്നത് എന്നതിന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ AK ആന്റണിയെ പോലെ വയലാർ രവിയെ പോലെയുള്ള നേതാക്കൾ ഇതറിഞ്ഞാൽ UDF-ന്റെ ഈ നിലപാടിനെ വിമർശിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ഒരുപക്ഷെ ദില്ലിയിലെ നേതാക്കൾ അറിഞ്ഞാൽ പോലും അവർക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ ചരിത്രത്തെ നിരസിക്കാൻ കഴിയുന്ന രീതിയിൽ അങ്ങേയറ്റം അവഹേളനാപരമായ അല്പത്തം നിറഞ്ഞ അശാസ്ത്രീയമായ രാഷ്ട്രീയ വൈരാഗ്യ നിര്യാപന ബുദ്ധിയോടെ കൈക്കൊണ്ട ഒരു വളരെ വില കുറഞ്ഞ ഒരു തീരുമാനമാണ് UDF ഇപ്പോൾ കൈയേറ്റിരിക്കുന്നത്. ബാബു, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിനെ എങ്ങനെ കാണും? തികച്ചും സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഇത്രയും വലിയൊരു നേതാവിനെ തഴയുകയാണ് UDF. അല്ല, സർക്കാരിനോട് അവർ പ്രതിഷേധിച്ചു കൊള്ളട്ടെ. അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ അവർക്ക് ഗാന്ധിയെ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ നെഹ്റുവിനെ പ്രതിഷേധിക്കാനോ അംബേദ്കറെ പ്രതിഷേധിക്കാനോ കഴിയുമോ? അതേമാതിരി തന്നെ ഒരു സ്റ്റേച്ചറുള്ള നേതാവാണ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസുകാർ പറയുന്നല്ലോ, ഒരു കാലത്ത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത നേതാവായിരുന്നു, അംഗമാണെന്നല്ല ഞാൻ പറഞ്ഞ, പരമോന്നത നേതാവായിരുന്നു, സോഷ്യലിസ്റ്റ് കോൺഗ്രസിന്റെ പരമോന്നത നേതാവായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പം ചരിത്രത്തെ മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന ഒരു സ്ഥലജല വിഭ്രാന്തിയാണിത്. അന്യത തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ പോലും അപമാനിതമാകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. AK ആന്റണിയെ പോലെയുള്ള ആളുകൾ ഇടപെട്ട് അത് പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ, മലയാളികളുടെ മുന്നിൽ, അവരുടെ അന്തസ്സിന് മുന്നിൽ കോൺഗ്രസ് ഒറ്റപ്പെടുത്തപ്പെടും. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അതായത് EMS-നെ ശത്രുപക്ഷത്ത് കാണേണ്ട തരത്തിലുള്ള ഒരു മാനസിക വികാരം എങ്ങനെ കോൺഗ്രസിൽ ഉടലെടുക്കുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, LDF ഗവൺമെന്റിനെയോ അവരുടെ ഭരണത്തെയോ ഒക്കെ എതിർക്കാവുന്ന കാര്യമാണ്. അതൊക്കെ എതിർക്കാം. ഞാൻ ചോദിക്കട്ടെ, കേളപ്പജി എന്ന് പറയുന്ന കേളപ്പൻ, അദ്ദേഹം കോൺഗ്രസുകാരുടെ നേതാവാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് നേതാവ് നിലയ്ക്ക് കേളപ്പന്റെ പങ്കിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാംസ്കാരിക സംഭാവനകളെ പരിത്യജിക്കുമോ? അത് KP കേശവമേനോൻ, അതുപോലെ എത്ര ആളുകളുടെ ചരിത്രത്തിൽ. അപ്പം ഇതൊക്കെ കോൺഗ്രസുകാർക്ക്, സത്യത്തിൽ കോൺഗ്രസുകാരുടെ അല്പത്വത്തിന്റെ മുന്നിൽ ചരിത്രത്തിനെ സംബന്ധിച്ച് ഒരു അവഗാഹവും അവർക്കില്ല. EMS നടത്തിയ ചരിത്ര സംഭാവനയുണ്ട്. അദ്ദേഹം ഒരു CPM-ന്റെ നേതാവായി മാത്രം പരിഗണിക്കപ്പെടുന്നു. ഇനി CPM-ന്റെ നേതാവായി മാത്രം പരിഗണിച്ചുകൊള്ളട്ടെ. ആദ്യമായി ഐക്യ കേരളത്തിൽ രൂപപ്പെട്ട 1957 ആദ്യത്തെ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം. ചരിത്രത്തിൽ ആ സ്ഥാനം കൈയൊഴിയാൻ ആർക്കെങ്കിലും കഴിയുമോ? നിരസിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാതെ ഇത്രമാത്രം നിസ്സാരമായ തീരുമാനങ്ങൾ എടുക്കാൻ UDF സർക്കാരിന് എങ്ങനെ കഴിയുന്നു? ആരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇത്രയും നാളില്ലാത്ത ഒരു കീഴ്വഴക്കമാണ്. ഒരുപക്ഷെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കാം ഇത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഈ AK ആന്റണി ഉണ്ടല്ലോ, ഈ വയലാർ രവി ഉണ്ടല്ലോ, വക്കം പുരുഷോത്തമനുണ്ടല്ലോ, ആ ടൈപ്പ് ആളുകൾ ഇത് അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പിന്നെ ആരാണ് ഇതിന് തീരുമാനമെടുക്കുന്നത്? MM ഹസനോ? MS ഹസന് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ചാടി പുറപ്പെടുന്നയാളാണ്. ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ. അപ്പൊ ആ നിലയ്ക്ക് മുതിർന്ന ആളുകൾ, EMS-ന്റെ സംഭാവന എന്ത് എന്ന് അറിയുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, ഇങ്ങനെയുള്ള കോൽക്കളിക്ക് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? സർക്കാരിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്താവുന്നതാണ്. EMS-നെ പോലെയുള്ള ഒരാളെ ഒരു സർക്കാരിനെയോ ഒരു മുന്നണിയോ ആയിട്ട് മാത്രം സാമ്യം ചെയ്ത് കാണുന്നത് എന്ത് അല്പത്തമാണ്. ചരിത്രവുമായാണ് അദ്ദേഹത്തെ സാമ്യം ചെയ്യേണ്ടത്. അദ്ദേഹത്തെ ചരിത്രവുമായാണ് പരിഗണിക്കേണ്ടത്, സംസ്കാരവുമായാണ് പരിഗണിക്കേണ്ടത്. അക്കാര്യത്തിൽ UDF പരാജയപ്പെടുന്നു. ആ പരാജയം UDF-നെ സംബന്ധിച്ച് അങ്ങേയറ്റം അപജയം ബാധിക്കുന്ന
ഒരു തീരുമാനമായിരിക്കും അവർ ഒരിടത്തും മലയാളികളുടെ മുന്നിൽ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ ഭാസ്കരേന്ദ്ര ബാബു പ്രതികരിച്ചത്. ഇപ്പോൾ എൻ ഷംസീർ കൂടി ചേരുകയാണ്. ശ്രീ ഷംസീർ, താങ്കൾ വാർത്ത കേട്ട് കാണുമെന്ന് കരുതുന്നു. അതായത് ഒരു രാഷ്ട്രീയ നേതാവിന് അപ്പുറത്തേക്ക് ആധുനിക കേരളത്തിന്റെ ശില്പി എന്ന് കൂടി വിശേഷിക്കാം EMSനെ. അദ്ദേഹത്തിന്റെ പ്രതിമയെ കേവലം വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് അപമാനിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് UDF. എങ്ങനെ പ്രതികരിക്കുന്നു? രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വിശാല മനസ്സുണ്ടാവണം. EMSനെ കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി മാത്രമല്ല കേരളം കാണുന്നത്. EMSനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമായില്ല, മറിച്ച് ആധുനിക കേരളത്തിന്റെ ശില്പിയായിട്ടാണ് സഖാവ് EMSനെ കേരളം കാണുന്നത്. EMSനെ രാഷ്ട്രീയങ്ങൾക്കപ്പുറം ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ആദരിക്കുന്നു. അത് മാത്രമല്ല, EMS ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളം നൽകിയ അമൂല്യമായ സംഭാവനയാണ്. ഈ ആധുനിക കേരളത്തിന്റെ ശില്പി എന്ന് വിളിക്കാൻ സാധിക്കുന്ന സഖാവ് EMSനെ പോലെ ഒരു വ്യക്തിയുടെ മഹാനായ വ്യക്തിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തില്ല എന്ന ഈ സങ്കുചിതത്വം UDF നേതൃത്വം തിരുത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. EMSനെ ആളുകൾ വിളിക്കുന്നത് EMS എന്ന അക്ഷരത്തെ എർത്ത് മൂൺ സൺ എന്നാണ്. ഭൂമിയും ആകാശവും ചന്ദ്രനുമാണ് EMS. കാരണം അത്രമാത്രം അഗാധമായ പാണ്ഡിത്യവും അറിവും ഇതിനെക്കുറിച്ചും ആധികാരിക അഭിപ്രായം പറയാൻ സാധിക്കുന്ന ഒരു ഉത്തമനായ ഭരണാധികാരി കൂടിയായിരുന്നു സഖാവ് EMS. EMS ആണ് ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവന്നത്. EMS ആണ് കേരളത്തിന്റെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വിപ്ലവകരമായ കാല തീരുമാനങ്ങൾ എടുത്തത്. അത് കേവലം കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഇടതുപക്ഷ മനസ്സുള്ളവർക്ക് വേണ്ടിയുള്ള നയങ്ങളല്ല EMS നടപ്പിലാക്കിയത്, മറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള നയമായിരുന്നു സഖാവ് EMS നടപ്പിലാക്കിയത്. അപ്പൊ അത്തരത്തിലുള്ള ഈ കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയെ, ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ, ലോകം ആദരിക്കുന്ന ഒരു ജനനേതാവിനെ ഈ രീതിയിൽ ഇകഴ്ത്തിക്കാട്ടുന്ന രീതി ശരിയാണോ എന്ന് ഉന്നത UDF നേതൃത്വം ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു സങ്കുചിതമായ തീരുമാനം UDF കൈക്കൊള്ളും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ വാർത്ത പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇവിടെ ഉന്നത നേതൃത്വം ഇടപെട്ട് ഈ തീരുമാനം തിരുത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം ഒരു മനസ്സ് രാഷ്ട്രീയ നേതൃത്വം എന്നൊക്കെ പറയും വിശാലമായി കാണാൻ സാധിക്കുന്നവരായിരിക്കണമല്ലോ. ആ നിലയിലേക്ക് കാര്യങ്ങൾ കാണാൻ UDFന്റെ നേതൃത്വം മനസ്സ് തയ്യാറാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത്തരം ഒരു തീരുമാനവുമായി അവര് ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ അത് വലിയ കനത്താഘാതമായിരിക്കും അവർക്ക് ജനങ്ങളുടെ ഭാഗത്ത് ലഭിക്കാൻ പോകുന്നത്. ഈ ഇത്തരം സങ്കുചിത തീരുമാനങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കും എന്ന വിശ്വാസവും എനിക്കുണ്ട്. ശ്രീ ഷംസീർ, അതായത് ഏതെങ്കിലും ഒരു നേതാവ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ UDF ഒന്നാകെ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, UDFനകത്തുള്ള പക്വമതികളായ നേതൃത്വം ഉണ്ടാവുമല്ലോ. ആ പക്വമതികളായ നേതൃത്വം ഇതിനകത്ത് ഇടപെടും. ഈ ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി ഇന്ന് UDFന്റെ പ്രത്യേക പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ഏതായാലും നിങ്ങൾ പറഞ്ഞ പശ്ചാത്തലത്തിൽ, ഇപ്പൊ വാർത്ത പുറത്തു വന്ന പശ്ചാത്തലത്തിൽ UDFന്റെ തന്നെ കേരളത്തിൽ നിന്ന് പുറത്തുപോയ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവരെല്ലാം ഇതിനകത്ത് ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് UDF കേരളത്തിൽ ഇല്ലാതായി പോയത്. UDF തകരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളാരും. പക്ഷേ ഇങ്ങനെയുള്ള അപക്വമായ തീരുമാനങ്ങൾ എടുത്താണ് പോകുന്നതെങ്കിൽ അവർ കേരളത്തിൽ സ്വയം ഇല്ലാതായിക്കൊള്ളും. അവർ അവസാനത്തെ UDFന്റെ അവസാന നേതൃത്വത്തിനായി കേരളത്തിലെ UDF നേതൃത്വം മാറും. വളരെ നന്ദി ശ്രീ എൻ ഷംസീർ പ്രതികരിച്ചതിന്. സജേഷിലേക്ക് കൂടി പോവുകയാണ് ഇപ്പോൾ. സജേഷ്, അതായത് ഇത്തരത്തിലൊരു എതിർപ്പ് ആദ്യം പ്രകടിപ്പിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് എതിർപ്പ് ആദ്യം എത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഗ്രീഷ്മ, അല്പം മുമ്പ് ചേർന്ന UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. നാളെ കേരളത്തിന്റെ ആദ്യ നിയമസഭയുടെ 60ാം സമ്മേളനത്തിന്റെ 60ാം വാർഷിക വേളയാണ്. അതിൽ പ്രത്യേക സമ്മേളനം സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ ഹാളിൽ ചേരുന്നുണ്ട്. അന്നത്തെ നിയമസഭയുടെ സഭാനാഥനായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ EMS. ആ EMSന്റെ പ്രതിമയുടെ മുമ്പിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പുഷ്പാർച്ചനയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ തീരുമാനം. 4 പ്രതിമകൾക്ക് മുമ്പിലാണ് പുഷ്പാർച്ചന നിശ്ചയിച്ചിരുന്നത്. രാഷ്ട്രപിതാവ് എന്ന നിലയിൽ മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റു, ഭരണഘടന എഴുതിയ ആളെന്ന നിലയിൽ ഭീംറാവ് രാംജി അംബേദ്കർ, ആദ്യ നിയമസഭയുടെ നാഥൻ എന്ന നിലയിൽ EMSന്റെ പ്രതിമ. ഈ 4 പ്രതിമയ്ക്ക് മുമ്പിലായിരുന്നു 60ാം വാർഷിക സമ്മേളന വേളയിൽ പുഷ്പാർച്ചന നിശ്ചയിച്ചിരുന്നത്. എന്നാൽ EMSന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തേണ്ടെന്നതാണ് UDFന്റെ പാർലമെന്ററി പാർട്ടി തീരുമാനം. കഴിഞ്ഞ 2 ദിവസങ്ങളായി UDF നിയമസഭ സ്തംഭിപ്പിക്കുകയായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് വ്യക്തമാണ്. എന്നാൽ UDF ഔദ്യോഗികമായി ഇതിന് നൽകുന്ന വിശദീകരണം മറ്റു 3 പ്രതിമകൾ നിയമസഭാ ഹാളിന് അകത്താണ്, നിയമസഭാ കോമ്പൗണ്ടിനകത്താണ്. എന്നാൽ EMSന്റെ പ്രതിമ നിയമസഭയുടെ പുറത്താണ് എന്നാണ്. എന്നാൽ അതും കൃത്യമല്ല.
EMSന്റെ പ്രതിമയും നിയമസഭാ കോമ്പൗണ്ടിന് അകത്ത് തന്നെയാണ്. ഈ 4 പ്രതിമകളും നിയമസഭാ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. അവർ ഏത് തരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നിയമസഭയ്ക്കകത്ത് ഈ 4 പേരുടെ പ്രതിമ സ്ഥാപിച്ചത്. അതിൽ EMSന്റെ പ്രതിമയിൽ നിന്ന് മാത്രം വളരെ കേവലമായ വളരെ ചെറിയ രാഷ്ട്രീയ കാരണങ്ങളാൽ വിട്ടുനിൽക്കുന്നതിനാണ് ഇപ്പോൾ UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഗ്രീഷ്മ. സജേഷ്, അതായത് കേവലം അല്ലെങ്കിൽ ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ്, ആധുനിക കേരളത്തിന്റെ ശില്പിയാണ്. വളരെ വിപ്ലവകരമായ കേരളത്തിന് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോകുന്ന തരത്തിലുള്ള നാഴികക്കല്ലുകൾ തുടക്കം കുറിച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇത്തരത്തിലൊക്കെ മഹത്തരമായ അല്ലെങ്കിൽ മഹാനായ ഒരു വ്യക്തിയെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തുന്നതിനോട് അയിത്തം കൽപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഇത്തരത്തിൽ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ നിന്നൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടോ? ഗ്രീഷ്മ, ഇക്കാര്യത്തിൽ UDFിലെ തന്നെ മുതിർന്ന ചില നേതാക്കൾക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പ് വ്യക്തമാവുകയും ചെയ്യും. ഇക്കാര്യത്തിൽ പാർലമെന്ററി പാർട്ടിയിലും എല്ലാവർക്കും യോജിപ്പില്ല. എന്നാൽ ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് എതിർപ്പ് എന്ന് വ്യക്തമായി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. ചരിത്രകാരൻ, തത്വശാസ്ത്രജ്ഞൻ, കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് തുടങ്ങിയ നിലകളിലെല്ലാമുള്ള EMSന്റെ പ്രതിമ, അതിന്റെ പുഷ്പാർച്ചനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശരിയല്ലെന്ന നിലപാട് UDFിനകത്ത് തന്നെയുണ്ട്. ഗ്രീഷ്മ. തീർച്ചയായും EMSന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തേണ്ടെന്ന UDF തീരുമാനം കേരള നിയമസഭയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പുഷ്പാർച്ചന നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് UDF വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.